Underlining the government's commitment to airport development, the Union Minister confirmed that Prime Minister Narendra Modi will officially inaugurate the airport upon its completion. The airport project, valued at 350 crore rupees, boasts of a 6,500 square meter terminal building. It can accommodate an annual footfall of 6 lakh. ഹിന്ദു സമൂഹത്തിന്റെ സാംസ്കാരികവും ആത്മീയതയുമായി ബന്ധമുള്ള അയോധ്യ ദേവഭൂമിയിലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സ്വാഗതം. ചരിത്രപരമായി ഒരുപാട് പ്രാധാന്യമുള്ള അയോധ്യ നഗരത്തിലേക്കുള്ള കവാടമായി മാറിയിരിക്കുന്ന മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചരിത്രം ഈ വീഡിയോയിൽ കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഡിസംബർ 30 ക്ഷേത്രനഗരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ പുതുതായി നിർമ്മിച്ച മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം ക്ഷേത്ര നഗരത്തിലേക്കുള്ള പ്രധാന കവാടമായി മാറും. തുടർന്ന് അയോധ്യയിൽ പുനർനിർമ്മിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നടത്തി. ജനുവരി 22-നാണ് അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിലെ മെത്രാഭിഷേക ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അസുരരാജാവായ രാവണനെതിരെയുള്ള വിജയകരമായ യുദ്ധത്തിനു ശേഷം ശ്രീരാമന്റെ അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവിനെ വിളിച്ചോതുന്നതും രാമക്ഷേത്രത്തിന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നതുമാണ് പുതിയ വിമാനത്താവളത്തിന്റെ പിന്നിലെ ആശയം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ടെർമിനൽ കെട്ടിടത്തിന്റെ മേൽക്കൂര വ്യത്യസ്ത ഉയരങ്ങളിലുള്ള ശിഖരങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ടെർമിനലിൽ രാമായണ ഇതിഹാസത്തിലെ പ്രധാന സംഭവങ്ങളെ വിശദീകരിക്കുന്ന അലങ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമന്റെ കഥ വിഷ്വൽ ആയി വിവരിക്കുന്നതിനാൽ തൂണുകൾക്കിടയിലൂടെയുള്ള നടത്തം യാത്രക്കാർക്ക് ആഴത്തിലുള്ള അനുഭവം നൽകുമെന്ന് എയർപോർട്ട് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ ടെർമിനലിൽ അയോധ്യയിലെ കൊട്ടാരത്തിന്റെ മാതൃക പുനർനിർമ്മിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. തീർത്ഥാടന നഗരിയിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി അയോധ്യയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കാനുള്ള പദ്ധതി ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചു. പദ്ധതിക്ക് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ഔപചാരിക അംഗീകാരം ലഭിച്ചു. വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. റൺവേയും 6500 ചതുരശ്ര മീറ്റർ ടെർമിനൽ കെട്ടിടവും പൂർത്തിയായി. പ്രതിവർഷം 10 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ വലിയ വിമാനങ്ങളെ ഉൾക്കൊള്ളുന്നതിനും അന്താരാഷ്ട്ര വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായി റൺവേ നീട്ടുന്നത് ഉൾപ്പെടുന്നു. 2025-ൽ ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയിലെ ചില രസകരമായ വശങ്ങളുമുണ്ട്. അതുകൂടി ഒന്ന് പരിശോധിക്കാം. ടെർമിനൽ കെട്ടിടത്തിന്റെ മുൻഭാഗം വരാനിരിക്കുന്ന രാമക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യാ ശൈലിയെ പ്രതിധ്വനിപ്പിക്കുന്നു. ഇത് നഗരത്തിന്റെ മതപരമായ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നു. ഇൻസുലേറ്റഡ് റൂഫിംഗ്, LED ലൈറ്റിംഗ്, മഴവെള്ള സംഭരണം, സോളാർ പവർ പ്ലാന്റ് എന്നിങ്ങനെയുള്ള പരിസ്ഥിതി സൗഹൃദ ഫീച്ചറുകൾ ഈ എയർപോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് ഒരുപാട് വാഗ്ദാന സാധ്യതകളുള്ള ഒരു യുവ വിമാനത്താവളമാണ്. അയോധ്യയുടെ എക്കണോമിക്കൽ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ടൂറിസം, തീർത്ഥാടന വശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.